സോ ഗൈസ് വെൽക്കം ബാക്ക്. നമ്മുടെ ചാപ്റ്റർ 1178 സ്പോയിലേഴ്സ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. സോ അതിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചലഞ്ചിൻ്റെ 22ാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മുടെ ചാനലിന് ഇപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇത്രയും കൂട്ടം ഉണ്ടെങ്കിൽ മാത്രമേ 10K അടിക്കാൻ പറ്റൂ. ഇനി നമ്മുടെ മുന്നിൽ ഒരു 8 ദിവസം കൂടി മാത്രമാണുള്ളത്. സോ നിങ്ങൾ എല്ലാവരും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് 10K അടിക്കാൻ പറ്റൂ. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ വരുന്നത് ഇറ്റ് വാസ് എ നൈറ്റ് മെയർ എന്നാണ്. പിന്നെ നമ്മൾ മെയിൻ സ്റ്റോറിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൂഫി നമ്മുടെ ബ്രൂക്കിനെയും ഊസോപ്പിനെയും നമ്മുടെ സാഞ്ചിയുടെ ഗ്രൂപ്പിൻ്റെ അടുത്തേക്ക് ആക്കും. അതേസമയം തന്നെ നമ്മുടെ ലോക്കി നമ്മുടെ ഇമുവിനെ അറ്റാക്ക് ചെയ്യും. പക്ഷേ ഇമു എല്ലാ അറ്റാക്കും ഡോച്ച് ചെയ്യുമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മുടെ ലോക്കിയും ഇമു സമയവും ഫൈറ്റ് ആരംഭിച്ചിട്ടുണ്ട്. സോ ബാക്കി എന്താണെന്ന് നോക്കാം. പിന്നെ നമ്മുടെ ലൂഫിയും ബാറ്റിൽ ഫീൽഡിലേക്ക് തിരിച്ചു വരും. ആ സമയം നമ്മുടെ ഇമുസാമ ഒരു ബ്ലാക്ക് ഫോമിലേക്ക് മാറും. നമ്മുടെ ഗോഡ് വാലിയിൽ സാറ്റാണിൻ്റെ കൂടെ മെർജ് ആപ്പ് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ. അതിനുശേഷം നമ്മുടെ ഇമുസാമ നമ്മുടെ ലോക്കിനെയും ആ ബ്ലാക്ക് ബോഡി വെച്ച് അറ്റാക്ക് ചെയ്യും. എന്നിട്ട് ഡോമി റിവേഴ്സ് യൂസ് ചെയ്യും. പക്ഷെങ്കിൽ ഈ ഡോമി റിവേഴ്സ് നമ്മുടെ ലോക്കിക്കും അതുപോലെ തന്നെ ലൂഫിക്കും ഒരു രീതിയിലും ബാധിക്കുന്നില്ല. സോ ഇവിടെ നമുക്ക് ഒരു കാര്യം വളരെ ഹ്യൂജ് ആയിട്ടുള്ളൊരു റിവേലാണ്. നമ്മുടെ ലോക്കിനെയും അതുപോലെ തന്നെ ലൂഫിനെയും നമ്മുടെ ഡോമി റിവേഴ്സിൽ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. സോ ഇത് വളരെ വലിയൊരു റിവേൽ തന്നെയായിരുന്നു. നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ലോക്കിനെയോ അതുപോലെ തന്നെ ലൂഫിനെങ്ങായ ഇമോസാമ ഡോമി റിവേഴ്സിൽ വെച്ച് തൻ്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് തിയറീസ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് എല്ലാം തെറ്റാണെന്ന് നമുക്ക് ഈ ഒരു ചാപ്റ്ററോട് കൂടി മനസ്സിലാക്കാം. പിന്നെ നമ്മൾ അടുത്ത ലൈനിലേക്ക് നോക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ലൂഫി നമ്മുടെ ഇമോസാമേനെ ഗാറ്റ്ലിംഗ് വെച്ചു. അതുപോലെ തന്നെ ലോക്കി തൻ്റെ ഹ്യൂമൻ ഫോമിലേക്ക് പോയിട്ട് റാഗ്നിയർ വെച്ച് ഒരു ഫ്രീസിങ് അറ്റാക്കും നമ്മുടെ ഇമൂസാമക്ക് നേരെ യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഇമൂസാമൻ്റെ ബ്ലാക്ക് ബോഡി ഐസിൽ നിന്നും ഡിസപ്പിയർ ആയെന്നും ഇവിടെ പറയുന്നുണ്ട്. പിന്നെ എൽബാഫിലെ സിറ്റുവേഷൻ ഇപ്പോൾ നോർമൽ ആയെന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത ലൈനിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെ സോളും അതുപോലെ തന്നെ റോബിനും ലൈബ്രറി ചെന്ന് നോക്കുമ്പോൾ അവിടെയുള്ള ബുക്സും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മൂങ്ങയും ഡിസപ്പിയർ ആയിട്ടുണ്ടെന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഫൈറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതോ ഒരാൾ ലൈബ്രറിയിലേക്ക് വരികയോ അവിടെയുള്ള എല്ലാ സംഭവവും മോഷ്ടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ആരാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ അടുത്ത വരിയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സോറോയുടെ ഗ്രൂപ്പ് എല്ലാ ഡോമി റിവേഴ്സി ജയൻസിനെയും ഏകദേശം തോപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ടൈമിൽ നമ്മുടെ ചോപ്പർ അവിടെ വരികയും ബാക്കിയുള്ളവരെയും കൂടെ ഡിഫീറ്റ് ചെയ്യുക, അവരെ ഹെൽപ്പ് ചെയ്യും. നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മുടെ ചോപ്പറിന് എന്തോ ഒരു സ്പെഷ്യൽ പവർ ഉണ്ടെന്ന് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഈ ചാപ്റ്ററിൽ വേണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയേക്കും. പിന്നെ നമ്മുടെ സമേഴ്സ് റിക്കവർ ആകുന്നുണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ലുക്ക് ലൈക്ക് ഹി ഡസൻ ഹാവ് എ ഹ്യൂമൻ ഹാർട്ട് എന്നും പറയുന്നുണ്ട്. സോ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? അവൻ്റെ സ്വഭാവം കൊണ്ടാണോ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ഹാർട്ടില്ല അല്ലെങ്കിൽ നമ്മുടെ സമേഴ്സ് ഒന്നും മനുഷ്യരല്ല എന്നാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. നമുക്കത് ചാപ്റ്റർ ഇറങ്ങുമ്പോൾ നോക്കാം. പിന്നെ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് നമ്മുടെ ലൂഫി ആ വയസ്സൻ്റെ ഫോമിലേക്ക് തിരിച്ചു വരും. നമ്മുടെ ലൂഫിയുടെ എനർജി ഇപ്പോൾ ഡ്രെയിനായി ഏകദേശം പണ്ട് നമ്മുടെ എൽബാഫിലൊക്കെ കണ്ടതുപോലെയുള്ള ആ വയസ്സൻ്റെ ഫോമിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മെറിജുവലി നമ്മുടെ ഇമൂസാമ ഗോറൈസുവിനോട് പറയുന്നതാണ് ഇമൂസാമ കുറച്ച് സമയത്തേക്ക് നമ്മുടെ കാസലിൽ നിന്ന് പുറത്ത് പോകുമെന്ന്. ഈ ഒരു സംഭവത്തോടുകൂടിയാണ് ചാപ്റ്റർ അവസാനിക്കുന്നത്. സോ എന്തിനാണ് പുറത്ത് പോകുന്നതെന്ന് ഇവിടെ റിവീൽ ചെയ്തിട്ടില്ല. ഒരു പക്ഷേ നമ്മുടെ എൽബാഫിലേക്ക് തന്നെ തിരിച്ചു പോകുമായിരിക്കും ഇവരോട് ഫൈറ്റ് ചെയ്യാൻ. എന്തായാലും നമുക്ക് കണ്ടറിയാം. ചാപ്റ്റർ ഇറക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യം മനസ്സിലാക്കാൻ പറ്റിയേക്കും. സ്പോയിലറിലില്ലാത്ത പല കാര്യങ്ങളും ചാപ്റ്ററിൽ കാണാൻ കഴിയും. പിന്നെ അടുത്ത ആഴ്ചയും ബ്രേക്കൊന്നുമില്ല. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ സഹായിക്കാം. സോ മറ്റൊരു കാണുന്നവരെ ബൈ ബൈ.